നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ട്രീനെ എങ്ങനെ അൺറിയൽ എഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യും. ഒരു ട്രീ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രീസ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ട്രീ എവിടുന്ന് കിട്ടും എന്നുള്ളതാണ് പലർക്കും സംശയം. ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കണ്ടന്റ് ബ്രൗസറിൻ്റെ അകത്ത് യൂറോപ്യൻ ഹോൺ ബീം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൻ്റെ അകത്തു നിന്നാണ് ട്രീനെ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു രീതിയിൽ നേരെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഇവിടേക്ക് അപ്പിയർ ആവും. സിമ്പിൾ അല്ലേ. അത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. ഇനി ഇങ്ങനെയല്ല, നമുക്ക് പെയിൻറ്റിങ് മീൻസ് പെയിൻറ്റിങ് ആയിട്ട് നിറയെ ട്രീകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ. ഈ സെക്ഷനിൽ വന്നിട്ട് അതിൽ ഫോളിയേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുക കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഫോളിയേജിലേക്ക് ആഡ് ചെയ്യുക, സേവ് കൊടുക്കുക. ഇപ്പം നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ബ്രഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പോലെ ഇവിടെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വേറെ പറയേണ്ടത് സിമ്പിളായിട്ട് പറയേണ്ട അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിക്കോ, കണ്ടോ അവിടെ ബ്രഷായി. 2 ട്രീ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത്. കണ്ടോ 2 ട്രീ വെച്ചിട്ട് ഒരു ഫോറസ്റ്റ് അതിനോടെ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ ഒറ്റ ട്രീ വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരുപാട് ട്രീകൾ ആഡ് ചെയ്യാം. ഈ ഒരു ട്രീ കൂടെ വേണമെങ്കിൽ ഒരു ട്രീ കൂടി ഇവിടേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ടിക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ വേറെ വേറെ ട്രീകളായിരിക്കും നമുക്കിവിടെ അപ്പിയർ ആവുക. കണ്ടോ അതിൽ ഓടാൻ ഇത്തിരി സമയം എടുക്കും. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് പോലെ ഉണ്ടാവും. എൻ്റെ സിസ്റ്റം അത്ര അങ്ങോട്ട് ഫാസ്റ്റ് അല്ല, അതുകൊണ്ട് ഇത്തിരി സ്റ്റക്കാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്ക് ട്രീസിന് ആഡ് ചെയ്യുന്നത്. ഇനി ട്രീസിന് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ, അല്ലാത്ത പക്ഷം പരിപാടി ഇപ്പം നിൽക്കും. എപ്പിക് ഗെയിമിൻ്റെ ലോഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ബണ്ടിലാണ്. അത് മെഗാസ്കാൻ ട്രീസും മെഗാസ്കാൻ ട്രീസ് യൂറോപ്യൻ, രണ്ടും ഒരേ പേര് തന്നെയാണ്. അപ്പം നമുക്കൊന്ന് മാർക്കറ്റ് പ്ലേസിൽ പോയാൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. മാർക്കറ്റ് പ്ലേസിൽ എടുക്കുക, ലൈബ്രറി തൊട്ടിപ്പുറമായിട്ട് മാർക്കറ്റ് പ്ലേസിൽ കാണാൻ പറ്റുമല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ മെഗാസ്കാൻ ട്രീസ് ഒന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണേ. മെഗാസ്കാൻ ട്രീസ് എന്നുള്ള ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെ. അപ്പോൾ അതിൽ വേറെ ഒരു ബണ്ടിലാണ് കാണാൻ പറ്റിയത്. അതുപോലെ ഒരുപാട് ബണ്ടിലുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതാ മെഗാസ്കാൻ ട്രീസ് യൂറോപ്യൻ, ഞാനിത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഓണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആഡ് ചെയ്യുക, ആഡ് ടു പ്രൊജക്റ്റ് കൊടുക്കുക, അപ്പോൾ ഡൗൺലോഡ് ആയിക്കോളും. അതെനിക്ക് തോന്നുന്ന ഒരു 11 GB സൈസുള്ളൊരു പാക്കേജാണ്. അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.